ശ്രീ ജോസി ജോൺ, കേരളത്തിൽ ഈ സ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിവേഗ റെയിൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വളരെ കുറച്ചുപേരേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് ഈ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ സർവീസിൽ ചീഫ് സേഫ്റ്റി ഓഫീസറായി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ പാതയെ സംബന്ധിച്ചും ഇതിൻ്റെ നിർമ്മാണം തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവുള്ള ആളാണ്. കേരയിൽ പദ്ധതിയുമായി അടുത്ത് തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുമാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു അതിവേഗ പാത വേണം, നമുക്ക് അതിവേഗം സഞ്ചരിക്കണം, ഇക്കാര്യത്തിൽ ഒന്നും സംശയമില്ല. പക്ഷേ നമുക്കറിയേണ്ടത് ഇപ്പോൾ ഏത് ഉടുപ്പിട്ട് വന്നാലും കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ വെറ്റ്ലാൻഡുകൾ ഇത്രയധികമുള്ള കൃഷിഭൂമികൾ ഇത്രയധികമുള്ള കേരളത്തിൽ ഒരു വികസനം സാധ്യമാവണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിസ്ഥിതിയെ തൊടാതെ, പരിസ്ഥിതിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒരു വലിയ വികസന പദ്ധതി വരുമ്പോൾ ചില കോംപ്രമൈസുകൾ വേണ്ടിവരും. ഇപ്പോൾ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന ഈ പദ്ധതി താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ എങ്കിൽ പോലും അത് എത്രത്തോളം സാധ്യമാണ്? ഏതൊരു റെയിൽവേ പദ്ധതി മുന്നോട്ട് വന്നാലും ഭൂമി ആവശ്യമാണ്. ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് പദ്ധതി ചെയ്താലും അതിൻ്റെതായ എൻവയൺമെന്റൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇപ്പൊ തന്നെ ഞാൻ ഹൈസ്പീഡ് റെയിൽ, മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ, ആ റെയിൽവേ ലൈന് അതിന്റെ ഓപ്പറേറ്റിംഗ് സ്പീഡ് 320 കിലോമീറ്റർ ആയിരിക്കും. ഓപ്പറേറ്റിംഗ് സ്പീഡ്, ടെസ്റ്റ് സ്പീഡ് 350 കിലോമീറ്റർ. അതിൽ ഏകദേശം 2.5 വർഷത്തോളം ഞാൻ അവിടെ ചീഫ് എഞ്ചിനീയർ കൺസ്ട്രക്ഷൻ സേഫ്റ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാം. അവിടെ മേജർ റിവേഴ്സിൽ കൂടി തന്നെ പാലം പണിതിട്ടുണ്ട്, ചെറിയ നദികളുണ്ട്, വെറ്റ്ലാൻഡ് ഏരിയാസിലൊക്കെ പണിതിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ വരുമ്പോഴൊക്കെ അതിന് വേണ്ടതായ സാങ്കേതികമായ പദ്ധതികൾ കൊണ്ടുവന്നിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുവന്നത്. വാട്ടർ ഡൈവേർഷൻ, ടെമ്പററി ഡൈവേർഷൻ, പെർമനന്റ് ആയിട്ട് ബാധിക്കാത്ത രീതിയിലാണ് അവിടെ ആ റിവേഴ്സിൽ കൂടെയും ആ വെറ്റ്ലാൻഡ് പുഴയിൽ കൂടിയും വെറ്റ്ലാൻഡിൽ കൂടിയൊക്കെയാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് ഈ there is an engineering solution for an engineering issue. ഈ എൻവയൺമെന്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, അതിന് നമുക്ക് തക്കതായ ഒരു എൻവയൺമെന്റൽ ഇഷ്യൂസ് വരുന്നുണ്ട്. ആ എൻവയൺമെന്റൽ ഇമ്പാക്ട് മിനിമൈസ് ചെയ്ത് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പ്രോഗ്രസ് വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ പ്രോബ്ലം കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് സ്പീഡായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയില്ല. കാരണം നമ്മുടെ മനസ്സ് വികസിച്ചിട്ടില്ല. വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് സ്കെയിലിംഗ് അപ്പ് ഇൻ ഡെലിവറിങ്. ആ ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ 5 വർഷത്തിനുള്ളിൽ തന്നെ തീർക്കാമെന്നാണ് ശ്രീധരൻ സാറ് അഡ്വൈസ് ചെയ്ത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു പദ്ധതി അങ്ങനെ ചെയ്യാനായിട്ട്, കൺസിഡറിങ് ഓൾ ദി എൻവയൺമെന്റൽ ഇമ്പാക്ട്സ്. റെയിൽവേയെ സംബന്ധിച്ചോളം എൻവയൺമെന്റൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി വിത്ത് റിഗാർഡ് ടു ഫ്ലോ ഓഫ് വാട്ടർ. ഇപ്പോഴത്തെ നിലവിലെ റെയിൽവേ ലൈനിലാണെങ്കിലും നമുക്ക് ആവശ്യം പോലെ എംബാങ്ക്മെന്റ്സ് ഉള്ളിടത്ത് എംബാങ്ക്മെന്റ്സ് പണിയുകയും അതിനിടയിൽ വാട്ടർ പാസ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ പുതിയ പദ്ധതി മുന്നോട്ട് വന്നപ്പോഴും അവിടെയാണെങ്കിലും ചെയ്യുന്ന കാര്യം അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. വൺസ് യു സ്റ്റാർട്ട് ദി ഡീറ്റെയിൽഡ് വർക്ക്, എഞ്ചിനീയേഴ്സ് വിൽ ഡെഫിനറ്റ്ലി അതിന് വേണ്ടതായ ഡിസൈൻ ഇൻപുട്സ് കൊണ്ടുവന്നുകൊണ്ട് അവർ തീർച്ചയായിട്ടും അതിന് വേണ്ടതായ നടപടികൾ സ്വീകരിക്കുകയും ഇന്ത്യയിൽ നിലവിലുള്ള എൻവയൺമെന്റൽ റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കും പണി മുന്നോട്ട് വരുന്നത്. അത് നേരിട്ട് കണ്ടതാണ് ഇപ്പോൾ പണിയുന്ന ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിന് പുറത്തുമൊക്കെ ആയിട്ട് എഞ്ചിനീയേഴ്സ് ഈ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിൽ തന്നെ ഒരുപക്ഷെ ഞാൻ ആയിരുന്നിരിക്കും ആദ്യത്തെ മലയാളി ചീഫ് എഞ്ചിനീയർ. മറ്റു പല സീനിയർ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആ കോൺട്രാക്ടേഴ്സും കൺസൾട്ടൻസിന്റെ ഭാഗത്ത് തന്നെയുണ്ട്. തീർച്ചയായിട്ടും അവരുവേണ്ടിയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യഘട്ടത്തിലുള്ള ഒരു സംശയം, ഇപ്പോൾ സിൽവർ ലൈനുമായി നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഇത് ഭൂമിയെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല. അതായിരുന്നല്ലോ നമ്മുടെ ഏറ്റവും വലിയ പേടികളിലൊന്ന്. ഫിനാൻഷ്യൽ വയബിലിറ്റി ഒക്കെ മറുവശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, വലിയ ബാധ്യത എന്നുള്ള ആശങ്ക മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലും ഉപരിയായി ആളുകളെ നേരിട്ട് ഒരു പക്ഷേ ബാധിച്ചിരുന്നത് ഈ ഭൂമി എന്നൊരു വസ്തുതയായിരുന്നു. നമ്മൾ രണ്ട് അറ്റത്തായി പോകുമോ, രണ്ട് തരത്തിൽ നമുക്കിടയിൽ ഒരു വലിയ വേർതിരിവ് വരുമോ, അല്ലെങ്കിൽ സുരക്ഷിതമായി ഉള്ള താമസം സാധ്യമാവുമോ, ഇങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആശങ്ക. ഇപ്പോൾ 70% എലിവേറ്റഡ് പാതകളും 20% തുരങ്ക പാതകളും എന്നൊക്കെ പറയുന്ന ഈ പുതിയ ആലോചന
അത് എത്രത്തോളം കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിൽ അതാണ് ഏറ്റവും പ്രായോഗികമാവേണ്ടത്. പക്ഷേ കേരളത്തിന്റെ ഭൂമിയുടെ പ്രത്യേകത വെച്ച് അത് എത്രത്തോളം പ്രായോഗികമാണ് ശ്രീ ജോസി? ഈ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റില് 2.5 കിലോമീറ്റർ ഒഴിച്ച് ബാക്കി ഏകദേശം 25 കിലോമീറ്റർ ടണലും ബാക്കി കംപ്ലീറ്റ് എലിവേറ്റഡ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അത് ഗുജറാത്തിലെ മഹാരാഷ്ട്രയുടെ ഭാഗമായിട്ട്, മഹാരാഷ്ട്ര ആക്ച്വലി ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ ഗുജറാത്തിലെ കൃഷി സ്ഥലങ്ങളിൽ കൂടിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ അവരുടെ റൈറ്റ് ഓഫ് വേ ഇസ് അബൌട്ട് 18 മീറ്റേഴ്സ്. ഇവിടെ ഇപ്പം ശ്രീധരൻ സാർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് 20 മീറ്റേഴ്സ് ആണ്. അത് ചില സിറ്റീസിലാണെങ്കിൽ വഡോദര സ്റ്റേഷൻ ഇസ് റൈറ്റ് നെക്സ്റ്റ് ടു ദ എക്സിസ്റ്റിംഗ് റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ ഡിസൈൻ അനുസരിച്ച് വന്നപ്പോൾ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈനുമായിട്ട് ഒരു 5 കിലോമീറ്റർ ചേർന്ന് സിറ്റിക്കകത്തോട് വന്നിട്ടാണ് വീണ്ടും അത് പുറത്തേക്ക് പോകുന്നത്. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനും അവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ഒരു അപ്പോ നമ്മൾ ഈ എടുക്കുന്ന അലൈൻമെന്റ് അനുസരിച്ച് വേണ്ടതായ എഞ്ചിനീയറിംഗ് മെത്തഡോളജി ഉണ്ട്. അത് നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതായത് കേരളത്തിന്റെ പ്രത്യേകത എപ്പോഴും ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ലൈൻസ് ഒക്കെയാണ്, ഞാൻ കുറെ അക്ഷയാണ് മുമ്പ് വായിച്ച റിപ്പോർട്ട് അനുസരിച്ച് 600 വളവുകൾ കർവ്സ് ഉണ്ട്. ഒരു ഹൈ സ്പീഡ് റെയിലും ബുള്ളറ്റ് ട്രെയിൻ പോലെ 350 കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ 4 കിലോമീറ്റർ റേഡിയസ് ആണ് വേണ്ടത് ആ സ്പീഡ് ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പൊ എന്റെ അറിവ് ശരിയാണെങ്കിൽ 200 കിലോമീറ്റർ സ്പീഡ് സഞ്ചരിക്കണമെങ്കിൽ 1.8 കിലോമീറ്റർ റേഡിയസ് വേണം ആ സ്പീഡിൽ ട്രെയിൻ സഞ്ചരിക്കാൻ. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സ്ഥിതിയിൽ അതിലൊക്കെ വളരെ ചെറിയ റേഡിയസിലാണ് ഡിസൈൻ ചെയ്യുന്നത്. കാരണം ആ ഭൂമിശാസ്ത്രപരമായിട്ടാണ് അങ്ങനെ ചെയ്തത്. ആ കാലത്ത് അത് ചെയ്തപ്പോൾ ഈ സ്പീഡിനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ചെയ്തത്. ഇന്ന് പക്ഷേ നമ്മളിപ്പം 200 കിലോമീറ്റേഴ്സ് ട്രെയിൻ ഓടിക്കണമെങ്കിൽ അതിന്റെ ടെസ്റ്റ് സ്പീഡ് വിൽ ഓൾവേസ് ബി അറ്റ്ലീസ്റ്റ് 10% above the ഡിസൈൻ സ്പീഡ്. അപ്പോ ആ സ്പീഡിൽ ഓടിക്കാൻ തന്നെ അതിന്റെ റേഡിയസ് തന്നെ ടോട്ടലി മാറും. സോ കേരളത്തിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുവാണെങ്കിൽ കേരളം പോലെ ഒറ്റ നീളത്തിൽ കിടക്കുന്ന വേറെ ഒറ്റ ഒരു സ്റ്റേറ്റ് ഇല്ല. യു ക്യാൻ ഹാവ് വൺ സിംഗിൾ ലൈൻ, റെയിൽവേ ലൈൻ നോർത്ത് തൊട്ട് സൗത്ത് വരെ പോകുമ്പോൾ എൻറ്റയർ സ്റ്റേറ്റ് തന്നെ കവർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഫ്രം എ സോഷ്യൽ ആസ്പെക്ട് എല്ലാ ആൾക്കാർക്കും അത് പ്രയോജനപ്രദമായി തീരുന്ന ഒരു റെയിൽ ലൈൻ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ദർ ആർ എഞ്ചിനീയറിംഗ് ചാലഞ്ചസ്, ദർ ആർ സ്പെഷ്യലിസ്റ്റ് അവൈലബിൾ. അവരുടെ എല്ലാവരും കൂടെ സഹായത്തോടെ തീർച്ചയായിട്ടും ഈ പദ്ധതി നമുക്ക് നടപ്പിലാക്കുവാനായിട്ട് സാധിക്കും, കൺസിഡറിംഗ് ദി സോഷ്യൽ ഇമ്പാക്ട് ഓൾസോ.